ഇന്ന് ധനുമാസം 1 ധനുമാസ പുലരിയിൽ സ്വാമി അയ്യപ്പനെ കണ്ടുതൊഴാൻ ആയിരക്കണക്കിന് ഭക്തരാണ് മലചവിട്ടി മൃതം നോറ്റ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്. ഒപ്പം കടന്നുപോയ വൃശ്ചിക മാസത്തിൽ ഏതാണ്ട് 26 ലക്ഷത്തോളം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ധനുമാസം കൂടി ആരംഭിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ പുല്ലുമേട്, അതോടൊപ്പം തന്നെ എരുമേലി തുടങ്ങിയ കാനന പാതയിലൂടെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. അതേപ്പറ്റിയുള്ള മിഥുൻ മുരളിയുടെ സന്നിധാനത്ത് നിന്നുള്ള വിശദമായ റിപ്പോർട്ട് കാണാം. അതിനുശേഷം ലൈവ് റിപ്പോർട്ട്സിൽ കൃഷ്ണരാജത്തും എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ. വൃശ്ചികം 1 മാസം സന്നിധാനത്ത് അനുഭവപ്പെട്ട തിരക്ക് ഈ ധനുമാസ പുലരിയിലും തുടരുകയാണ്. വലിയ ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്ത് ഈ ധനുമാസ പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി ഉള്ളത്. ഫ്ലൈ ഓവറും നടപ്പന്തലും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. ഈ കാഴ്ച തന്നെയാണ് കഴിഞ്ഞ 1 മാസമായി സന്നിധാനത്ത് എല്ലാ മണിക്കൂറുകളിലും കാണുന്നത്. അതിന് മാറ്റമില്ല. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ട്. മലയാളികൾ, കുഞ്ഞ് അയ്യപ്പന്മാർ, കുഞ്ഞ് മാളികപ്പുറങ്ങളൊക്കെ ധാരാളമായി എത്തുന്ന ദിവസങ്ങളാണ്. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന രീതിയിലാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഈ ദിവസങ്ങളിൽ വർധനവ് ഉള്ളത്. കഴിഞ്ഞ 1 മാസം 25 ലക്ഷത്തിന് മുകളിൽ ഭക്തരാണ് ദർശനം നടത്തിയത്. ഇത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണ്. മുൻ വർഷം ഈ കാലയളവിൽ 21 ലക്ഷം ഭക്തരാണ് ദർശനം നടത്തിയത്. പുൽമേട് സത്രം, എരുമേലി അഴുത പാതയിലൂടെ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇത്തവണ ഉണ്ട്. വിവിധ കാനന പാതകളിലൂടെ 1 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ഇതുവരെ ദർശനം നടത്തി. ഇത് ഡിസംബർ 14 വരെയുള്ള കണക്കാണ്. എരുമേലി അഴുത പാതയിലൂടെ 1500-നും 3000-നും ഇടയിൽ ഭക്തജനങ്ങൾ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുമ്പോൾ സത്രം പുൽമേട് പാതയിലൂടെ 5000-നും 6000-നും ഇടയിൽ ഭക്തജനങ്ങളാണ് ഒരു ദിവസം എത്തുന്നത്. സത്രം പുൽമേട് പാതയിൽ കാനന പാതകളിൽ വനം വകുപ്പ് പ്രത്യേക നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സത്രം പുൽമേട് പാതയിലൂടെ ഭക്തജനങ്ങളെ കടത്തിവിടുകയും ചെയ്യുന്നത്. വാരാന്ത്യങ്ങളിൽ തിരക്ക് കുറയുകയും അതിനുശേഷം തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതുമാണ് ഈ മണ്ഡലകാലത്തിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഇത്തവണയും ഈ ആഴ്ചയും മാറ്റമില്ല. ഈ ഞായറാഴ്ച തിരക്ക് കുറവായിരുന്നെങ്കിൽ 65,000 ഭക്തജനങ്ങളാണ് എത്തിയെങ്കിൽ ഇന്നലെ 1 ലക്ഷത്തിനടുത്ത് ഭക്തജനങ്ങൾ എത്തി. ഇന്ന് രാവിലെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ രാവിലെ 8 മണി വരെയുള്ള സമയം വരെയും 30,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിയിരിക്കുന്നു. തിരക്ക് കൂടുന്ന മണിക്കൂറുകളിൽ മരക്കൂട്ടത്തു നിന്നും ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടത്തു നിന്നും ക്യൂ ആരംഭിക്കുന്നു. നടപ്പന്തൽ വരെ ക്യൂ ഉണ്ടാകും. തിരക്ക് കൂടുന്ന മണിക്കൂറുകളിൽ ഭക്തജനങ്ങൾക്ക് കുറച്ച് അധികം സമയം മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ വിവിധ ബാച്ചുകളായി തിരിഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കേണ്ട സാഹചര്യമുണ്ട്. മിനിറ്റിൽ 60-നും 70-നും ഇടയിൽ ഭക്തജനങ്ങളെയാണ് 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 80-ന് മുകളിലേക്ക് ആക്കുന്നതിനുള്ള ശ്രമങ്ങൾ മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതലുള്ള ദിവസങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൽ നിന്നും സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. തിരക്ക് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഡിസംബർ അവസാന വാരത്തേക്ക് കിടക്കുമ്പോൾ വലിയ തിരക്ക് സന്നിധാനത്തുണ്ടാകുന്നതിനുള്ള സാധ്യതകൾ ദേവസ്വം ബോർഡും പോലീസും വിലയിരുത്തുന്നുണ്ട്. അവധിയുടെ ദിവസങ്ങൾ എത്തുമ്പോൾ കുഞ്ഞയ്യപ്പന്മാരുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യത, ഒപ്പം മണ്ഡല പൂജ ദിവസങ്ങളോടടുക്കുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത, മകരവിളക്ക് തീർത്ഥാടന കാലം അടുക്കുമ്പോൾ അതുമായി ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. സാധാരണ മുൻ വർഷങ്ങളിൽ ഈ മകരവിളക്ക് തീർത്ഥാടന കാലത്താണ് ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. മണ്ഡലകാലം ആരംഭിച്ച ആദ്യ ദിവസങ്ങൾ തന്നെ വലിയ തിരക്ക്, ഭക്തജന പ്രവാഹം എന്ന് പറയാവുന്ന തരത്തിലുള്ള 1 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ദിനംപ്രതി എത്തുന്ന ഒരു തിരക്ക് ഈ കാലയളവിൽ അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഈ 1 മാസം 80,000 ശരാശരി എന്ന രീതിയിലാണ് ഭക്തജനങ്ങൾ ദർശനം നടത്തിയതായി കണക്ക് ഉള്ളത്. 80,000-നും 1 ലക്ഷത്തിനും മുകളിൽ ഭക്തജനങ്ങൾ, 1 ലക്ഷത്തിനടുത്ത് ഭക്തജനങ്ങൾ ദിനംപ്രതി സന്നിധാനത്തേക്ക് എത്തി. ഇതിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഡിസംബർ 8-ാം തീയതിയാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഈ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ദർശനം നടത്തിയത്. അത് 1 ലക്ഷത്തിന് മുകളിലായിരുന്നു. നവംബർ 24-ാം തീയതിയും ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ ദിവസമായിരുന്നു. ഇനി മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്തുള്ള തങ്കഅങ്കി ഘോഷയാത്ര ഡിസംബർ 23-ാം തീയതി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. ഡിസംബർ 26-ാം തീയതി സന്നിധാനത്ത് എത്തും. മണ്ഡല പൂജ, മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഒരുങ്ങുകയാണ് ശബരിമല സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനുജ് അനാവരിനൊപ്പം മിഥുൻ മുരളി.